ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അവരുടെ കറന്റ് തോട്ട്സ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാം, അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എക്സിസ്റ്റൻസ്, awareness, guilt, adventure, the master, maturity, change, trust, healing, dream, sorrow, intensity, transformation, letting go, possibility, nothingness, fighting, politics. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ കറന്റ് തോട്ട്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ ഇവിടെ നമുക്ക് ഒരു കുറ്റബോധം, ഗിൽറ്റി ഫീലൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അവർ ചെയ്തു പോയ കാര്യം തെറ്റാണ് എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കാം. പക്ഷെ അറിയാതെ ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ പല രീതിയിൽ ചിലപ്പോൾ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം, അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സുകൊണ്ട് അവർ വല്ലാത്ത രീതിയിൽ ഒരു ഖേദപ്രകടനം നിങ്ങളിലേക്ക് നടത്തുന്നതായിട്ട് കാണാം. അവർക്കൊരു പുതിയ ഉണർവ് ലഭിച്ചിരിക്കുന്നു. അവരുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ അഡ്വഞ്ചർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു സാഹസികപരമായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അവർക്ക് ഒരു ഒറ്റപ്പെടൽ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത അവർ വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു എടുത്തുചാട്ടത്തിനൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊന്നും പോകാനുള്ള വലിയ രീതിയിലുള്ള റീസൺസോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇവരുടേതായ ഒരു എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ കാണിച്ച് ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ പേഴ്സണിൽ ഒരു മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ കൈവന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവർ കാര്യങ്ങളെ വളരെ ഗൗരവപൂർവ്വം അല്ലെങ്കിൽ യുക്തിപൂർവ്വം ചിന്തിച്ച് തീരുമാനം എടുക്കാനായിട്ടൊക്കെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുന്നു. ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തി നിരന്തരമായിട്ട് നിങ്ങളോട് വഴക്ക് കൂടുക, നിങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ഇപ്പൊ ഈ നിലവിൽ ഒരു കുറ്റബോധം ഒക്കെ തോന്നുന്നത് കൊണ്ട് തന്നെ അവരെ സ്വയം അവരിവിടെ ഹീൽ ചെയ്യിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ കറന്റ് തോട്ട്സിൽ മെയിൻ ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ ഒരു ആഗ്രഹമായിട്ട് നമുക്കിവിടെ കിട്ടുന്നത് സെലിബ്രേഷൻ ആണ്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നുചേരലിനെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് ഒരുപാട് അതിനു വേണ്ടി കൊതിക്കുന്ന ഒരു എനർജിയാണ്.
അവർ ആ ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ അവരത് സങ്കല്പിക്കുകയാണ്. നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നുചേരുന്ന ഓരോരോ സന്ദർഭങ്ങളെ സങ്കല്പിച്ചെടുക്കുന്നു. ആ ഒരു ഇമോഷൻസ് ഒക്കെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ സാങ്കല്പിക ലോകത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വപ്നങ്ങളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർ വളരെയധികം ഹാപ്പിയാണ്. എന്നാൽ അത് സ്വപ്നമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെയധികം ഒരു കുറ്റബോധവും നഷ്ടബോധവും ഒക്കെ തോന്നുമ്പോഴാണ് അവരുടെ ഇമോഷൻസ് ഈ ഒരു സമയത്ത് അവർ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ നിരന്തരമായിട്ട് നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഡ്രീമിംഗ് എന്ന് പറയുമ്പോൾ അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. നിരന്തരമായി അവര് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വീണ്ടും കണക്ട് ആയി എന്നുള്ള രീതിക്കാണ് ഡ്രീം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന മെത്തേഡിലൂടെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വേണം എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ അവർ നോക്കി കാണുകയാണ്. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ള രീതിക്കാണ് കിട്ടുന്നത്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിക്ക്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇവര് എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് കണ്ടില്ല എന്ന് നടിക്കുകയോ ഒക്കെ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അതിലും അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങൾക്കായിട്ടൊരു സമയം മാറ്റി വെക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചധികം വിശ്വാസം ട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ട്രസ്റ്റ് വരാനുള്ള റീസൺ ഒന്ന് പറയുന്നത് ഇവര് തന്നെ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സാഹസികപരമായ യാത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ലൈഫിൽ തന്നെ അവരുടെ ജീവിതത്തിൽ കുറെ അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെടൽ മാത്രമല്ല, അവർക്ക് ആരോടും ഒന്നും തുറന്നു പറയാൻ ഒരു പറ്റായിക അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആകപ്പാടെ അവർക്ക് ഒരു ട്രസ്റ്റ് വന്നിരിക്കുന്ന വ്യക്തി നിങ്ങളുമാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേഴ്സണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളെ തെറ്റിദ്ധരിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അതിന്റെ ഒരു ജെനുവിനിറ്റി ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജെനുവിനിറ്റി ഒക്കെ മനസ്സിലാവുന്നത് കൊണ്ടിട്ടോ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ട് ഇനി മറ്റെന്തെങ്കിലും തേർഡ് സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിലവിൽ അവർക്ക് അവർ പോയ അല്ലെങ്കിൽ അവർ ട്രസ്റ്റ് ചെയ്ത സ്ഥലത്ത് ഒരു ജെനുവിനിറ്റി ഇല്ല എന്നുള്ള തിരിച്ചറിവും അവർ മാറ്റി നിർത്തിയ സ്ഥലത്ത് അതായത് നിങ്ങളിൽ ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ള തിരിച്ചറിവും ആ ഒരു ഡിഫറൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ബുദ്ധിപൂർവ്വം ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇവർ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അതിനൊക്കെ അവർ ചെയ്ത ആ ഒരു കാര്യങ്ങളിലൊക്കെയാണ് വളരെയധികം ഒരു വിഷമം തോന്നുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അവരോട് നല്ല രീതിക്ക് ഒരു സ്നേഹം ഉണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത ആ ഒരു ഇന്റൻസിറ്റി അവർ മനസ്സിലാക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾക്ക് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഇവരുടെ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയം ഈ ഒരു പേഴ്സണ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവുകൾ കാര്യങ്ങൾ എല്ലാം ഇവരിൽ നടക്കുന്നത് കൊണ്ടിട്ട് കൂടിയാണ് ഇവരിപ്പോ നിങ്ങളെ കുറിച്ച് ഇത്രത്തോളം ഭയങ്കര ഗാഢമായിട്ട് ഓർത്തുകൊണ്ടിരിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അപ്പൊ ആ ഒരു സാഹചര്യത്തെ എല്ലാം പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവന്നിട്ട് വീണ്ടും ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നല്ല രീതിക്ക് നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം കണ്ട ജീവിതം ഒരു സമയത്ത് രണ്ടുപേരും ഒരുപോലെ സ്വപ്നം കണ്ട ഒരു ഡ്രീം ഏതൊരു ബന്ധത്തിലും ഉണ്ടായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വ്യക്തിയിലൂടെ കാണുന്നുണ്ട്. മാത്രമല്ല പോസിബിലിറ്റി ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ള ഒരു കാര്യങ്ങളും അവരുടെ ഉള്ളിലേക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുമ്പോൾ അവർക്കൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ കഴിയാതെ ബ്ലാങ്ക് ആയിട്ട് അവർ മാറുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു സാഹചര്യത്തെ എല്ലാം മാറ്റിയിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇനി എന്ത് പോസിബിലിറ്റി ആണ് ഉള്ളത് എന്നുള്ള ഒരു അന്വേഷണത്തിൽ കൂടിയാണ് ഇവര്. അപ്പൊ ഇവരുടെ കറന്റ് തോട്ട്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിട്ട് തന്നെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ, മുന്നോട്ടേക്ക് ബന്ധത്തെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ലെറ്റ് ഇൻ ഗോ എന്ന് പറയുമ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്തിട്ട് വീണ്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള പോസിബിലിറ്റി അതാണ് ഇവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഒരു ചിന്തകളിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. കാരണം
അവരെന്താണ് നിങ്ങളോട് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ തീവ്രത നിങ്ങൾക്കാണ് അറിയാവുന്നത്. അതുപോലെ അവർക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു എനർജി ഇവിടെ കണക്ട് ആവുന്നുണ്ട്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നീക്കങ്ങളൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ എനർജി നിങ്ങളുടെ മനസ്സിലുണ്ടോ, അതായത് നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും വിട്ടുപോയി കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ ഒരു രീതിയിൽ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തവരാണ്. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും ആണ്. പക്ഷെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചധികം നല്ല രീതിക്ക് പിശുക്കുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. അപ്പൊ ഇവിടെയും ഇവര് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇവര് മനസ്സിൽ ഈ ഒരു ഫീലിങ്സ് കാര്യങ്ങൾ ഈ ഒരു ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ ചിന്തകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അങ്ങനെ അവർ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവരിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന കുറ്റബോധവും അതോടൊപ്പം അവർക്കുള്ള ഡൗട്ട്, അവർക്കൊരു വളരെയധികം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ് ഇവിടെ ഉള്ളത്. കാരണം അവരിപ്പോ ഇമോഷൻസ് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രതികരണം അത് ഏത് രീതിയിലായിരിക്കും, നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യോ സ്വീകരിക്കുകയോ ദേഷ്യപ്പെടുവോ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ ഇവരിലുണ്ട്. ഇവർ വളരെയധികം പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഇതുവരെ അവർ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ഹേർട്ട് ചക്രയൊക്കെ ഇവിടെ ഹീൽ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇവരിൽ നടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ബുദ്ധിപൂർവ്വം മാത്രം ബന്ധത്തെ കണ്ടിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബുദ്ധിപൂർവ്വം മാത്രമല്ല ഹൃദയം കൊണ്ട്, അതായത് വൈകാരികപരമായിട്ടൊരു കണക്ഷൻ അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ ഒരു ഭയങ്കരമായൊരു വേദന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ ആണ്, സാഹസികപരമായ രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്, ഒരു കരയ്ക്ക് എത്തുന്നില്ല. അപ്പൊ അത് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ബന്ധത്തെ കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവര് വളരെയധികം ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, മെച്യൂർ പേഴ്സൺ ആയി മാറിയിരിക്കുന്നു. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഏജ് വെച്ചിട്ടല്ല, ചിന്താഗതികൾ വെച്ചിട്ട് ഇവരിപ്പോ അധികം നല്ല രീതിക്ക് മെച്യൂർഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബന്ധത്തിനെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇവർക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു സാഹചര്യമൊക്കെ മാറ്റി സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ഒരു ബന്ധത്തെ മാറ്റണം എന്നൊരു ചിന്തകൾ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യ സമയത്തോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് മാറി നിന്ന സമയത്ത് വരെ അത് ഉണ്ടായിരുന്നിരിക്കാം, ഇവർക്കായിരിക്കാം ആ ഒരു കാര്യം ഇല്ലാതിരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പ്രശ്നങ്ങൾ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ വീണ്ടും എഗെയിൻ ഒരു റീസ്റ്റാർട്ടിങ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പരസ്പരം നല്ലൊരു ബോണ്ടിങ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അതാണ് ആ ഒരു ഈക്വൽ ആയിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള മനസ്സും വേണം എന്നുള്ള ചിന്ത. ഒരു വിജയകരമായ അവസ്ഥയിലേക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കഴിഞ്ഞുപോയ നാളുകള്, നിങ്ങൾ ചിലപ്പോൾ കുറേ നാളുകളായിട്ടുള്ള ബന്ധമായിരിക്കും, ഒരു ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി മാസങ്ങളായിട്ടോ ഒക്കെയുള്ള ഒരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാണ് ഇങ്ങനെ ഒരു തകർച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പഴയ ബോണ്ടിങ് ഒക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ഇവിടെ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സ്വയം വേദനിക്കുന്നുണ്ട്, സ്വയം തിരിച്ചറിവുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടിട്ട് തന്നെ അവർ വളരെയധികം സ്റ്റക്ക് ആണ് ആക്ച്വലി. നിങ്ങളുടെ പേഴ്സന്റെ എനർജി വളരെ ലോ ആണ്, അവർ സ്റ്റക്ക് ആണ്. പക്ഷെ അവർ എത്രത്തോളം സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ഓർക്കുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം അവർ മിസ് ചെയ്യുന്നുണ്ട്. തിരിച്ച് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. ചെയ്തു പോയ കാര്യങ്ങളിൽ കുറ്റബോധവും തോന്നുന്നുണ്ട്. അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇന്റൻസിറ്റി എന്നൊക്കെ പറയുന്നത് അവര് നിങ്ങളെ മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അങ്ങനെ ശ്രമിക്കാതെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ചയുടെ സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ നിങ്ങളെ സ്പൈ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു പരിഗണനയൊക്കെ നൽകാതെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ വലിയൊരു മാറ്റം തന്നെയാണ്.
നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുകയാണ്. ഒരു സമയത്ത് നിങ്ങൾക്കൊരു സമയമോ കാര്യങ്ങളോ ഒന്നും അവർ കണ്ടെത്താതിരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേഷൻ സ്റ്റേജിലേക്ക് മാറി നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുള്ള പേഴ്സന്റെ എനർജി തന്നെ ഇവിടെ കണക്ട് ആയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങളെ മറന്നു പോയിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് സ്വന്തം ലൈഫിന്റെ ഒരു ഹാപ്പിനെസ് തേടി പോകാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കി വീണ്ടെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നവരാണ്. പിന്നെ എല്ലാവർക്കും അവരുടേതായ ഒരു ജനറ്റിക് ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ പേഴ്സണിലും. അവർ ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയുന്ന ഒരു അല്ലെങ്കിൽ അറിയാനുള്ള ഒരു വ്യഗ്രത കൊണ്ടിട്ടായിരിക്കാം അവർ ആ ഒരു കാര്യങ്ങളൊന്നും ഹോൾഡ് ചെയ്ത് കാണിക്കാതിരിക്കുന്നത്. ഒന്ന് ഫിയർ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലവർക്ക് ഈഗോ ആയിരിക്കും, ചിലവർക്ക് ഭയമായിരിക്കും. നിങ്ങൾ സ്വീകരിക്കുകയോ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിനി എന്ത് ചെയ്യും എന്നുള്ള ഭയമാണെങ്കിൽ ചിലവർക്ക് ഈഗോ ആയിരിക്കും. അപ്പൊ അത് പല പല രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എത്രത്തോളം ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ തന്നെ അവർ ഹീൽ ചെയ്യിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ തന്നെ അതിനൊക്കെ സ്വയം മാറ്റം അവർ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. അതായത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാതെ അവരെ സ്വയം ഒന്ന് മാറ്റണം എന്നുള്ളത് അവര് തന്നെ ചിന്തിക്കുന്നുണ്ട്. കാരണം ഒരു celebration അല്ലെങ്കിൽ ഒരു new chapter ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം കാഴ്ചപ്പാടുകൾക്കും സ്വന്തം നിലപാടുകൾക്കും ചില രീതിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതൊക്കെ സ്വയം മനസ്സിലാക്കി അതേക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ വളരെ mature ആയിട്ട് ചില സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സ്വയം പ്രാപ്തനാകുന്നു അല്ലെങ്കിൽ പ്രാപ്തയാകുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിലും അവർ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. ഒരു റീബർത്ത് റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കുറച്ച് സ്റ്റക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ എനർജീനെയൊക്കെ അവർ ബാലൻസ് ചെയ്ത് മാക്സിമം മുന്നോട്ടേക്ക് വരാണ്. അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്യാന്ന് പറയുമ്പോൾ ഈ ലെറ്റ് ഗോ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ ഒറ്റപ്പെടൽ കൂടിയാണ്. എന്ത് സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു മാറ്റം, ഒരു ഹാപ്പിനെസ്, ഒരു കൂട്ട് അവർക്ക് വേണം, ഒരു സപ്പോർട്ട് അവർക്ക് വേണം എന്നുള്ള രീതിക്ക്. ഇപ്പൊ ഡ്രീമിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ എനർജി ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിലും വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചിന്താഗതികളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനുവേണ്ടി സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനും തയ്യാറാവുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു പുതിയ ഉണർവ്, ചിന്ത അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എനർജിയിലുള്ള വേരിയേഷൻസ്, മാറ്റങ്ങൾ അതെല്ലാം ഇവരിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കണക്ട് ആകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എനർജി ബാലൻസ് ചെയ്യുക. അപ്പൊ നമുക്ക് റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. H എന്നൊരു ലെറ്റർ. 22 കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. S again വന്നിട്ടുണ്ട്. കാലിക്കറ്റ് 37 വയനാട് ഏപ്രിൽ. അശ്വതി R എന്നൊരു ലെറ്റർ. 24 G എന്നൊരു ലെറ്റർ. 1986 A എന്നൊരു ലെറ്റർ. ഓഗസ്റ്റ് മന്ത്. 40 വിശാഖം ആലപ്പുഴ. രോഹിണി എന്നൊരു സ്റ്റാർ. കാപ്രിക്കോൺ. പുണർദം. പാലക്കാട് ഡിസംബർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരും യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് ക്ലെയിം ചെയ്ത് ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.